ഇതിന്റെ പേ ബാക്ക് പീരീഡ് എത്രയാണ്? എത്ര നാൾ കൊണ്ട് എനിക്ക് ഇത് തിരിച്ചു കിട്ടും? ബിസിനസ്സിൽ ഇറക്കുന്നതേ തിരിച്ചു കിട്ടാനാണെന്നേ. വീണ്ടും പറയാണ്, ബിസിനസ്സിൽ ഇറക്കുന്നത് തിരിച്ചു കിട്ടാനാണെന്നേ. ഇതിന്റെ റിസ്ക് എക്സ്പോഷർ നോക്കിയിട്ടുണ്ടോ? റിസ്ക് എക്സ്പോഷറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് എന്തുമാത്രം റിസ്ക് എടുക്കണം? പലരും ഇതിനകത്തൊന്നും റിസ്ക്, ഒരു റിസ്കും ഇല്ലാത്ത കേസ്. കളി വേറെയാണ് കേട്ടോ ഇത്. പിന്നെ അവസാനമായിട്ട് അസറ്റ് ലൈഫ്. ഇതൊരു അസറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ബിൽഡിംഗ് ഓൾറെഡി ഉള്ള നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗിന് മുകളിലായിരിക്കും ഇത്, റൂഫിലായിരിക്കും ഇത് വെക്കുക. ഗ്രൗണ്ട് മൗണ്ടറിനെ കുറിച്ചല്ല, റൂഫ് ചെയ്യുന്നവരെ കുറിച്ചാണ്. അത് നിങ്ങളുടെ അസറ്റ് അല്ലേ? അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണോ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്? ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടോ? ഈ റൂഫിംഗിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വിൻഡ് സ്പീഡ് കാൽക്കുലേഷൻ ചില കോട്ടുകളൊക്കെ 150 കിലോമീറ്റർ വിൻഡ് സ്പീഡ് പ്രൊട്ടക്ഷൻ. 150 കിലോമീറ്റർ വിൻഡ് സ്പീഡ് പ്രൊട്ടക്ഷൻ ഒരു സോളാറിന്റെ റൂഫിൽ കൊടുത്ത കോട്ടിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. ചിലടത്ത് 200 കിലോമീറ്റർ വെറുതെ എഴുതി വെക്കുകയാണ്. 200 കിലോമീറ്റർ. അതിന്റെ സ്ട്രെങ്ത് ഒന്ന് മെഷർ ചെയ്താൽ മനസ്സിലാകും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആ കൊട്ടേഷൻ മുഴുവൻ വായിച്ചു നോക്കിയിട്ടുണ്ടോ? മാക്സിമം 3 to 4 പേജസേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും കാണില്ല, പറയാനും ഒന്നും ഉണ്ടാവില്ല. ചിലരുടേത് ഒരു 10 പേജസ് വരെ കാണും, ചില ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ.